ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 31 ശനിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്ന പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകൾക്ക് വേണ്ടി നടന്നിട്ടുണ്ടായിരുന്ന LD ക്ലർക്ക് എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് കേട്ടോ. അപ്പൊ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 117/24. ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് മൂവ് ടു എ വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: k+1/k - 2 എന്നത് 0 ആണെങ്കിൽ k⁻29 + 1/k⁻29 - 2ന്റെ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, k+1/k - 2 0 ഇതിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് സംഖ്യകളും കൂടെ കൂട്ടിയിട്ട് 2ൽ നിന്നും കുറച്ചാൽ 0 കിട്ടണം. എപ്പോഴും ഒരേ സംഖ്യകൾ തമ്മിൽ കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? 0 കിട്ടുക. ശരിയല്ലേ? ഇത് 2 ആണെങ്കിൽ ഇതും എന്തായിരിക്കണം? 2 ആയിരിക്കണം. രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടുമ്പോൾ 2 കിട്ടണമെങ്കിൽ രണ്ടും 1 ആയാലല്ലേ പറ്റുള്ളൂ. നമുക്കറിയാം 1 + 1 2 ആണ്. വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? പോസിബിലിറ്റി വേറെ അല്ലേ? എന്താണ്? 2 + 0യും 2 തന്നെയാണ്. പക്ഷേ ഇവിടെ k ആണ്, ഇവിടെയും k ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ 1 ഇട്ടാൽ ഇവിടെയും 1 ഇടണം, ഇവിടെ 2 ഇട്ടാൽ ഇവിടെയും 2 ഇടണം. മനസ്സിലായോ? അപ്പോൾ 1 ഇട്ട് കൊടുത്ത് നോക്കിക്കേ. 1 + 1/k എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? 1/1 എന്ന് തന്നെ വരും. അപ്പൊ ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു? 2 എന്ന് കിട്ടി. ആ 2ൽ നിന്നും ഈ 2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് മനസ്സിലായി? കെയുടെ വില ഇവിടെ എത്രയാണ്? 1 ആണ്. ഫൈൻ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താന്ന് നോക്കിക്കേ. k⁻29 + 1/k⁻29 - 2ന്റെ വില കാണാനാണ്. 1ന്റെ പവർ അത് എത്രയും ആയിക്കോട്ടെ, ഉത്തരം എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 1 കിട്ടി. പ്ലസ് 1/129 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1ന്റെ പവർ എന്തായാലും ഉത്തരം 1 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 1/1 നമുക്ക് വീണ്ടും എന്ത് തന്നെ കിട്ടി? 1 എന്ന് തന്നെ കിട്ടി. ഒന്നും കൂടെ കൂട്ടിയാൽ 2, 2ൽ നിന്നും 2 പോയാൽ എന്ത് വരും? 0 എന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 0 ആണ്. ഫൈൻ. ഒന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് സോൾവ് പോലും ചെയ്യണം. നോക്കുമ്പോഴേ മനസ്സിലാവും. എന്താ? 2 നമ്പർ കൂട്ടിയിട്ട് 2ൽ നിന്നും കുറയ്ക്കണം. അപ്പൊ എനിക്ക് ഇവിടെ എന്തേ കിട്ടാൻ പാടുള്ളൂ? 2 എന്നേ കിട്ടാൻ പാടുള്ളൂ. അപ്പൊ 2 - 2 0 ആയിപ്പോവും. ഇപ്പൊ k⁻29 നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വല്ല 5ഓ 10ഓ ഒക്കെ ആണെങ്കിൽ അതിന്റെ 29 തവണയൊക്കെ ഗുണിക്കാൻ നമുക്ക് സമയം കിട്ടുമോ എക്സാമിന്? കിട്ടത്തില്ല. അപ്പൊ മിക്കവാറും കേസിൽ 1 തന്നെ വരാറുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള നമുക്ക് എന്താ ഗസ് വർക്ക് ചെയ്താലും ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു നമ്പർ ട്രിക്ക് ചോദ്യമാണ്. 16നെ 4 ഹരിച്ചാൽ 74 എന്ന് കിട്ടും. 35നെ 7 ഹരിച്ചാൽ 85 എന്ന് കിട്ടും. 55നെ 5 ഹരിച്ചാൽ 1011 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 49/7 എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ. എങ്ങനെ ചെയ്യാൻ പറ്റും? 16നെ 4 ഹരിച്ചാൽ എത്ര വരും? 4 എന്ന് വരും. ദേ ഇവിടെ 4 കിടപ്പില്ലേ? ഉണ്ട്. 35നെ 7 ഹരിച്ചാൽ 7 × 5 35. ദേ ഇവിടെ 5 കിടപ്പുണ്ട്. 55നെ 5 ഹരിച്ചാൽ 11. ദേ 11 കിടപ്പുണ്ട്. അപ്പൊ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് അവരെ ഹരിച്ച് കിട്ടുന്നത് തന്നെയാണ്. അപ്പൊ 49നെ 7 ഹരിച്ചാൽ എത്ര വന്നു? 7 എന്ന് തന്നെയാ വരിക. 7 × 7 അല്ലേ 49. 7 എന്ന് എഴുതി കൊടുത്തത്. ഇനി ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ നോക്കിക്കേ. 16ഉം 4ഉം ആണല്ലേ. 16ഉം 4ഉം തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്താൽ നമുക്ക് 7 കിട്ടില്ല. പക്ഷെ ഇവിടുത്തെ നമ്പർ നോക്കിക്കേ. 16. 6 ഒന്നും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 7 കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 8 കിട്ടും. 5ഉം 5ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 10 കിട്ടും. സോ ഫ്രണ്ടിലെ നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യകളെ തമ്മിൽ പരസ്പരം കൂട്ടുക. സോ ഫസ്റ്റ് നമ്പറിനകത്തുള്ളത് 49. അപ്പോൾ 9ഉം 4ഉം കൂടെ കൂട്ടിക്കുമ്പോൾ എത്ര വരും? 13. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്? 137. ഓൾറൈറ്റ്. അടുത്ത ചോദ്യം. നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കേ. x - 1/x എന്നത് 1/2 സമമാണെങ്കിൽ 4x² + 4/x² എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക?
എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് 1/2 തുല്യമാണ്. ഇവിടെ സ്ക്വയർ വന്നേക്കുന്നുണ്ടോ? അതായത് നമുക്കിതിനെ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഈ രണ്ടിനെ നേരെ നമുക്ക് അപ്പുറത്തോട്ട് വിടാം. സോ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇത് ഇങ്ങനെയാ പോവുക. ഈ രണ്ടിനെ ഞാൻ ഇങ്ങോട്ട് വിട്ടു. അപ്പൊ രണ്ട് നമ്പറിനെ ഒരുപോലെ ഗുണിക്കുന്ന രീതിയിലായിരിക്കും പോകുന്നത്. അപ്പൊ 2 ഗുണം എക്സ് എത്രയാണ്? 2x ആണ്. മൈനസ് 2 ഗുണം 1/x 2/x എന്ന് കിട്ടി. അത് എന്തിന് സമമാണ്? 1 സമമാണ്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡിലും കൂടെ നമുക്ക് സ്ക്വയർ ചെയ്ത് കൊടുക്കാം. ചെയ്തോ? അപ്പൊ എന്താ വരിക? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിക്ക് വേണം നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പൊ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എയുടെ വാല്യൂ എത്രയാ? 2x. ഇതാണ് നമ്മുടെ എ. ബി ഇവിടെ ഏതാ? ഇതാണ് നമ്മുടെ ബി. ഇത് വെച്ച് അങ്ങ് ചെയ്യാമല്ലോ. ചെയ്തോ? എ സ്ക്വയർ 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കിട്ടി. മൈനസ് 2 ഇൻറ്റു എ ഇവിടെ എത്രയാ? 2x ഇൻറ്റു ബി ഇവിടെ എത്രയാ? 2/x. അതങ്ങോട്ട് എഴുതി കൊടുത്തു. പ്ലസ് ബി സ്ക്വയർ ചെയ്യണ്ടേ? ബിയുടെ വാല്യൂ 2/x ആയിരുന്നേ. ഇപ്പൊ 2/x ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്കിവിടെ എഴുതാം. അത് എന്തിന് തുല്യമാണ്? 1ന്റെ സ്ക്വയർ എത്രയാ? 1 തുല്യമാണ്. ഇനി ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സും എക്സും വെട്ടിപ്പോവല്ലോ. ഇനി 2 ഗുണം 2 എത്രയാ? 4. എക്സ് ഗുണം എക്സ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, മൈനസ് 2 ഗുണം 2 4, 4 ഗുണം 2 8 എന്ന് കിട്ടി. പ്ലസ് 2 ഇൻറ്റു 2 4 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അത് എന്തിന് സമമാണ്? 1 സമമാണ്. ഈ -8നെ എനിക്ക് അപ്പുറത്തോട്ട് വിട്ടൂടെ? -8 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +8 ആയിട്ട് മാറും. അപ്പൊ ദേ ഈ -8 നേരെ അങ്ങോട്ട് പോയി. അപ്പൊ അത് +8 ആയിട്ടാണ് പോവുക. 8 ഒന്നും കൂടെ കൂട്ടിയാൽ എത്ര വരും? 9 എന്ന് വരും. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നേ? 4x സ്ക്വയർ പ്ലസ് പ്ലസ് ഇവിടെ കിടപ്പുണ്ട് 4/x സ്ക്വയറിന്റെ വില എത്ര? 4x സ്ക്വയർ പ്ലസ് 4/x സ്ക്വയറിന്റെ വില എത്ര വന്നു? 9 എന്ന് വന്നു. കണ്ടോ? നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്? 9 ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സ് 2 ടേമുകൾ തന്നിട്ട് കണ്ടുപിടിക്കാൻ പറയുന്നതിനകത്ത് സ്ക്വയർ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഒന്നെങ്കിൽ a+b അല്ലെങ്കിൽ a-b ദ ഹോൾ സ്ക്വയർ, അതും അല്ലെങ്കിൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. മിക്കവാറും ഇതിനെ ബേസ് ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്താണ് ചോദ്യങ്ങൾ വരാറുള്ളത് കേട്ടോ. അപ്പൊ അടുത്ത ഘട്ടങ്ങൾ എഴുതാൻ പോകുന്ന കുട്ടികൾ ഈ ഒരു മേഖല ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാകും? വൃത്തത്തിന്റെ ആരം എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ആണ് അല്ലെ? റേഡിയസ് ആണ് നമ്മൾ ആരം എന്ന് പറയുന്നത്. അപ്പൊ ആരം നമ്മൾ 50% കൂട്ടി. അതായത് ഇനീഷ്യലി 100% ആയിരുന്നെങ്കിൽ ഇപ്പം അത് എത്രയായി? 150% ആയി. മനസ്സിലായോ? 50% കൂട്ടുക എന്ന് പറഞ്ഞാൽ 100നോടൊപ്പം 50 കൂട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. വൃത്തത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താ? πr സ്ക്വയർ ആണ്. ശരിയല്ലേ? πr സ്ക്വയർ. പൈക്ക് അവിടെ റോളൊന്നും ഇല്ല, ആറാണ് വ്യത്യാസം വന്നേക്കുന്നേ. ഇതിന്റെ വില ഞാനിവിടെ 100 എന്ന് ഇട്ട് കൊടുക്കുവാണേ. അപ്പൊ 100ന്റെ വർഗം എത്ര വരും? 4 0 വരും അല്ലെ? 1 2 3 4. അപ്പൊ 4 0 എന്ന് കിട്ടി. രണ്ടാമത്തെ കേസിൽ അത് എന്തായിട്ട് മാറി? 150 ആയിട്ട് മാറി. അപ്പം 150 സ്ക്വയർ എന്ന് നമുക്ക് എടുക്കാം. 15ന്റെ വർഗം 225, 2 0 കൂടെ വന്നു. അപ്പൊ ആദ്യം 10,000 പൈ ആയിരുന്നു. രണ്ടാമത് എന്തായിട്ട് മാറി? 22,500 പൈ ആയിട്ട് മാറി. ശതമാനത്തിൽ കൂടുവല്ലേ ചെയ്തേ? 10,000 22,500 ആയിട്ട് മാറി. കൂടുവാണ് ചെയ്തത്. എത്ര ശതമാനം കൂടി? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. 22,500 നിന്നും 10,000 കുറച്ചാൽ എത്ര വരും? 12,500 എന്ന് വന്നു. ഇനീഷ്യലി എത്ര ആയിരുന്നു? തുടക്കത്തിൽ 10,000 ആയിരുന്നു. ഞാൻ 10,000 എന്ന് എഴുതി. ശതമാനം അല്ലേ നമുക്ക് അറിയണ്ടേ? അപ്പൊ ഇൻറ്റു 100 എഴുതാൻ മറക്കരുത്. ശതമാനം അറിയേണ്ടത് കൊണ്ട് ഇൻറ്റു 100 കൂടെ ഇട്ട് കൊടുക്കുക. ഇനി വെട്ടിക്കോ. ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി. ഇനി അവിടെ എന്തേ ബാക്കിയുള്ളൂ? 125. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 125% എന്ന് വന്നു.
മനസ്സിലായോ എങ്ങനെയാ കിട്ടിയെന്ന്? പൈ ആർ സ്ക്വയർ ആണ് നമ്മുടെ വൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അതിനൊരു വ്യത്യാസവും ഇല്ല, അതിനെപ്പോഴും എന്താ ഒരേ വാല്യൂ തന്നെയാണ്, 22/7 തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതൊന്നും നോക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ പൈ ആർ സ്ക്വയർ ആണ് നമ്മൾ രണ്ട് കേസിലും ഏരിയ എന്ന് പറയുന്നത്. ഇനീഷ്യലി 100% എൻ്റെ ആരം, രണ്ടാമത് അത് എന്ത് സംഭവിച്ചു? 150% മാറി. ഫൈൻ, നമ്മൾ ഇതിനെ രണ്ടിൻ്റെയും വർഗം എടുക്കണം. കാരണം പൈ ആർ സ്ക്വയർ ആണ് നമ്മളുടെ ഏരിയ. അപ്പം ആർ സ്ക്വയർ ചെയ്യണം. അപ്പം ഞാൻ രണ്ട് കേസിലും എടുത്ത വാല്യൂസിനെ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് 10,000 എന്ന് കിട്ടി, ഒന്ന് 22,500 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണുക. എപ്പോഴും മുകളിൽ നമ്മൾ വ്യത്യാസമാണ് കാണുന്നത്, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അപ്പം 22,500 ഞാൻ 10,000 കുറച്ചു, എനിക്ക് 12,500 എന്ന് കിട്ടി. അതിനെ ആദ്യത്തെ വാല്യൂമായിട്ട് ഹരിക്കണം. എപ്പോഴും ശതമാനം ഇൻക്രീസ് ആയിക്കോട്ടെ ഡിക്രീസ് ആയിക്കോട്ടെ, ഇനീഷ്യൽ വാല്യൂ ആണ് നമ്മൾ എപ്പോഴും ഹരിക്കുക. നമ്മൾ ലാഭവും നഷ്ടവും കണക്കൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ ചെയ്യുക? എപ്പോഴും വാങ്ങിയ വില തന്നെയല്ലേ താഴെ എഴുതാറുള്ളൂ. അതുപോലെ തന്നെ ശതമാനത്തിലായതുകൊണ്ട് ഗുണം 100 കൂടെ ചെയ്യുക, വെട്ടുക, ഉത്തരം കിട്ടി. ഓക്കെ, 125%. ഇതല്ലാതെ ഒരുപാട് രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് മനസ്സിലാവാൻ ഈ രീതിയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രി ആകും എന്നാണ് ചോദിച്ചേക്കുന്നത്. ആകെ എത്ര തവണ 180 ഡിഗ്രി ആവും? ഒരു ദിവസത്തിൽ 22 തവണയാണ് 180 ഡിഗ്രി ആവുക. 22 തവണ. സാധാരണ നമ്മൾ 12 അവർ ക്ലോക്ക് 12 മണിക്കൂറിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 11 തവണയാണ് 12 മണിക്കൂറിൽ 180 ഡിഗ്രി ഫോം ചെയ്യുന്നത്. 24 മണിക്കൂറിലാണെങ്കിലോ ഇതിന്റെ ഇരട്ടി 22 തവണയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ 180 ഡിഗ്രി, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ക്ലോക്കിൽ 5 മുതൽ 7 വരെ ഉള്ളൊരു സമയമുണ്ട്. 5 മണിന്ന് 6 മണി, 6 മണിന്ന് 7 മണി. ഈ ഒരു ടൈമിൽ മാത്രം ഒരൊറ്റ തവണയെ 180 ഡിഗ്രി ഫോം ചെയ്യുന്നുള്ളൂ. 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് ഒരൊറ്റ തവണ മാത്രമേ 180 ഡിഗ്രി ഫോം ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ മണിക്കൂറിലും ഓരോ മണിക്കൂറിലും 180 ഡിഗ്രി ഓരോ തവണ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? അതായത് 1 നിന്നും 2 പോകുമ്പോൾ 1 മണിന്ന് 2 മണി ആകുമ്പോൾ ഒരു തവണ 180 ഡിഗ്രി വരും. 2 മണിന്ന് 3 മണി ആകുമ്പോഴും ഒരു തവണ വരും. 3 4 ആകുമ്പോഴും ഒരു തവണ വരും. 4 5 ആകുമ്പോഴും ഒരു തവണ വരും. 5 നിന്നും 6 6 നിന്നും 7 പോകുമ്പോൾ ഈ 2 മണിക്കൂറുകൾക്കിടയിൽ ഒരൊറ്റ തവണയെ വരത്തുള്ളൂ. അതാണ് നമുക്കിവിടെ 22 എന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ 24 മണിക്കൂറിൽ ഓരോ തവണ വന്നാൽ 24 എണ്ണം വരണ്ടേ? ആ 2 മണിക്കൂറിന്റെ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് 22 എണ്ണമേ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന 10 മണി തൊട്ട് 1 മണി വരെയുള്ള സമയമല്ലേ? 10 നിന്ന് 11 ആകുമ്പം ഒരു തവണ, 11 നിന്ന് 12 ആകുമ്പോഴും ഒരു തവണ, 12 നിന്ന് 1 ആകുമ്പോഴും ഒരു തവണ. മൊത്തം എത്ര തവണ വന്നു? 3 തവണ വന്നു. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 3. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? ഇതേ ചോദ്യം കഴിഞ്ഞ 3 പരീക്ഷകളിലും ആവർത്തിച്ചു കേട്ടോ. ഇപ്പം റീസെന്റ് ആയി നടന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ നമ്മുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാം, അതുപോലെ നമ്മുടെ ഈ LD ക്ലർക്ക്, ഈ 3നും ഇതേ ചോദ്യം നമ്പറുകൾ വ്യത്യാസപ്പെടുത്തിയാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് എല്ലാ പരീക്ഷ പേപ്പറും സോൾവ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ മാത്സിൽ നിന്ന് കിട്ടാവുന്ന അത്രയും ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക. എസ്പെഷ്യലി റീസെന്റ് നടന്ന പരീക്ഷകൾ കേട്ടോ. കാരണം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ധാരാളം ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് എക്സാമിലായിക്കോട്ടെ, അതിന് തൊട്ട് മുന്നേ നടന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ കുറേയൊക്കെ സാമ്യമുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു പഠിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യം ചെയ്യാലോ. 10 വർഷം കൊണ്ടൊരു നിക്ഷേപം ഇരട്ടിയായി, നമ്മൾ പഠിച്ചതാണ്, റേറ്റ് ആണ് ഇവിടെ കാണേണ്ടത്. ഇരട്ടിയായാൽ 100 വേണം മുകളിൽ എഴുതാൻ. 10 ഇരട്ടിയായാൽ 900 എന്ന് എഴുതണം. 15 ഇരട്ടിയായാലോ 1400 എന്ന് എഴുതണം. 5 ഇരട്ടിയായാലോ 400 എന്ന് എഴുതണം. വ്യത്യാസം മനസ്സിലായോ? എത്ര തവണയാണോ ആവുന്നത് അതിൽ നിന്ന് 1 കുറച്ച് വേണം ഇവിടെ എഴുതാൻ. 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 1 കുറയ്ക്കുക. നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. അതിനെ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന വർഷവുമായിട്ട് ഹരിക്കുക. 10 വർഷം കൊണ്ട് 10ഉമായിട്ട് ഹരിക്കുക. ദേ വെട്ടിപ്പോയി. ഉത്തരം എത്ര വന്നു? 10%. വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലെത്താം. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 2000 ജനുവരി 1 ശനിയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ഇപ്പൊ 2000 ജനുവരി 1
ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ഏത് ദിവസമാണ്? ശനിയാഴ്ചയാണ് തന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസം എന്നാണ് ചോദിച്ചേക്കുന്നത്. 2006 ജനുവരി 1 ഏത് ദിവസം? ഇവിടെ ദിവസം സെയിമാ, നമുക്ക് ദിവസത്തിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വർഷം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ദിവസം സെയിമായി വന്നാൽ വർഷം മാത്രം നോക്കിയാൽ മതി, വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വർഷങ്ങൾ ഇങ്ങോട്ട് എഴുതാം. 2000 തൊട്ട് 2001, 2002, 2003, 2004, 2005, ലാസ്റ്റ് 2006. ഓൾറൈറ്റ്, ഇനി ജനുവരി 1 തൊട്ടുള്ള കണക്കാണ് നോക്കുന്നത്. ഇപ്പം 2000 എന്ന് പറയുന്നത് അതിവർഷമല്ലേ? 400 കൊണ്ട് ഹരിക്കാൻ പറ്റണം. നമ്മൾ പഠിച്ചാണ് സെഞ്ചുറി വർഷങ്ങൾ 400 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സെഞ്ചുറി വർഷം എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം 0 വരുന്ന വർഷമാണ് സെഞ്ചുറി വർഷം. 2 പൂജ്യങ്ങൾ വന്നാൽ സെഞ്ചുറി വർഷമായി. അതിനെ 400 ഹരിക്കാൻ പറ്റുമോ നോക്കണം. 2000 നമുക്ക് 400 ഹരിക്കാമല്ലോ, ഈസി ആയിട്ട് ഹരിക്കാം. അപ്പം ഇതെന്താണ്? അതിവർഷമാണ്. ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ ഈ അതിവർഷങ്ങൾ വന്നാൽ അവിടെയുള്ള ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 ആയിരിക്കും. അതിവർഷങ്ങളിലെ ഫെബ്രുവരി മാസവും കൂടെ നമ്മൾ കണക്കെടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2. സാധാരണ വർഷമാണെങ്കിൽ ഒറ്റ ദിവസങ്ങൾ 1 നമ്മൾ എടുക്കുക. ഫൈൻ. ഇനി 2001 നിന്ന് 2002 പോകുമ്പോൾ 2001 സാധാരണ വർഷമാണ്, 2002 സാധാരണ വർഷം. ഒറ്റ ദിവസങ്ങൾ 1. 2002 നിന്ന് 3 പോകുമ്പോഴും 1, രണ്ടും സാധാരണ വർഷമാണ്. ഇനി 2003 നിന്ന് 2004 പോകുമ്പോൾ 2003 ജനുവരി 1 തൊട്ട് 2004 ജനുവരി 1 വരെയുള്ള കാര്യം നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ ഫെബ്രുവരി വരുന്നുണ്ടോ? ഇല്ല. ഫെബ്രുവരി വരാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്തെടുക്കാം? 1 എന്നെടുക്കാം. ഫെബ്രുവരി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ 2 എടുക്കാൻ പാടുള്ളൂ. ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നേ. അതിവർഷവും ആയിരിക്കണം, ഫെബ്രുവരി മാസം അതിൻ്റെ ഉള്ളിൽ വരികയും വേണം. അങ്ങനെ വന്നാൽ 2 എഴുതണം, അല്ലെങ്കിൽ 1 എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി 2004 നിന്ന് 2005 പോകുമ്പോൾ 2004 ജനുവരി 1 മുതൽ 2005 ജനുവരി 1, ഫെബ്രുവരി മാസം അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. 2004 എന്ന് പറയുന്നത് അതിവർഷവുമാണ്. അതുകൊണ്ട് ഇവിടെ എത്ര ദിവസം വരും? 1 അല്ല 2 ദിവസം വരും. ഓക്കെ, ഇവിടെ നമുക്ക് 2 ദിവസം എന്ന് കിട്ടി. അടുത്തത് 2005 നിന്ന് 2006 പോകുമ്പോൾ വീണ്ടും 1 ദിവസം. ഇനി എല്ലാം കൂടെ കൂട്ടിക്കോ. 2, 1, 3, 1, 4, 1, 5, 6, 7, 1, 8. അപ്പൊ ടോട്ടൽ എത്ര ദിവസം വന്നു? 8 ദിവസം. തന്നിരിക്കുന്ന ഒറ്റ ദിവസങ്ങളെ 7 ഹരിക്കുക. 7 ഹരിക്കുമ്പോൾ 7 ഗുണം 1 7, പോയിട്ട് ശിഷ്ടം എത്ര വന്നു? 1 എന്ന് കിട്ടി. ഈ ശിഷ്ടമാണ് നമ്മളുടെ ഒറ്റ ദിവസമായിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. എപ്പോഴും ശിഷ്ടത്തിനാണ് വില. ഇനി 1 എന്നല്ലേ കിട്ടിയത്? ഒറ്റ ദിവസം എത്ര എണ്ണം? 1. പറഞ്ഞ മനസ്സിലായല്ലോ അല്ലെ? 8നെ 7 ഹരിച്ചാൽ 7 ഗുണം 1 7, പോയിട്ട് ശിഷ്ടം 1. അപ്പോൾ അവിടെ ഒറ്റ ദിവസങ്ങൾ എത്ര എണ്ണം? 1. ശനിയാഴ്ചക്ക് ശേഷമുള്ള അടുത്ത ദിവസമായിരിക്കും നമ്മുടെ ഉത്തരം. ശനിയുടെ അടുത്ത ദിവസം ഏതാ? ഞായർ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏത് വന്നു? ഞായർ എന്ന് വന്നു. മനസ്സിലായോ? ഈ ഒറ്റ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നല്ല ബേസ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അതറിയാതെ നമുക്ക് ഈ കലണ്ടറിലുള്ള ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഉത്തരം ഞായർ. അടുത്ത ചോദ്യം ചെയ്യാൻ നോക്കിക്കേ. വൈ ഡബ്ല്യുവിന് ശേഷമല്ലേ വൈ വരിക? അപ്പൊ നമുക്കൊന്ന് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് നോക്കാം അല്ലെ. ഡബ്ല്യു കഴിഞ്ഞാൽ എത്രാമത്തെ ആളാ വൈ? ഡബ്ല്യു കഴിഞ്ഞാൽ എക്സ് വൈ, 2ാമത്തെ ആളാണ്. അപ്പൊ വൈയിൽ നിന്നും 2 കുറച്ചാൽ ഡബ്ല്യു കിട്ടും. ഡബ്ല്യുവിൽ നിന്നും 2 കുറച്ചാൽ യു കിട്ടുമോ? യു കഴിഞ്ഞ് വി ഡബ്ല്യു ആണല്ലേ, ശരിയാ. അപ്പം ഡബ്ല്യുവിൽ നിന്നും 2 കുറച്ചാൽ നമുക്ക് യു കിട്ടും. യുവിൽ നിന്നും 2 കുറച്ചാൽ നമുക്ക് എസ് കിട്ടും. അങ്ങനെ ആണെങ്കിൽ എസിൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? എസിൽ നിന്നും 2 കുറച്ചാൽ ആര് വരും? ക്യൂ വരും അല്ലെ. ക്യൂവിന് ശേഷം ആർ എസ്. കണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം തുടങ്ങുന്നത് ഏതിലാണ്? ക്യൂവിലാണ്. നേരെ ഓപ്ഷനിലേക്ക് പൊക്കോ. ക്യൂവിൽ തുടങ്ങുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി അല്ലെ. ഇപ്പൊ QOL ആണ് നമ്മുടെ ഉത്തരം. ബാക്കിയുള്ളതൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. വളരെ പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കിക്കേ.
875, 979, 1089, 1067 ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നേ. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, പ്രൈം നമ്പറിന്റെ പുറകെയൊക്കെ പോകും അല്ലേ, ഭാജ്യ സംഖ്യകൾ ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷെ ഇതിനകത്ത് അത് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ അടുത്തത് എന്താ ആലോചിക്കണം, ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം മാത്രം അങ്ങനെ പറ്റത്തില്ല, അതായിരിക്കും നമ്മുടെ ഉത്തരം. സോ ഇവിടെ അവസാനം എല്ലാം തന്നെ ഒറ്റ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ഈവൻ നമ്പേഴ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒറ്റ സംഖ്യകളായിട്ടുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. 3 വരാം, 5 വരാം, 9 വരാം, 11 വരാം, 13 വരാം. ഇങ്ങനത്തെ നമ്പേഴ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ 5 വന്നു. 5 വന്നാൽ നമുക്കറിയാം 5ഉമായിട്ട് മാത്രമേ ഹരിക്കാൻ പറ്റൂ അല്ലെ, വേറെ നമ്പേഴ്സ് ആയിട്ടൊന്നും ഹരിക്കാൻ പറ്റില്ല. സോ 5ന്റെ മൾട്ടിപ്പിളാണ് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ നോക്കിക്കേ, 9 വന്നേക്കുന്നത്. അപ്പൊ 9ന്റെ ഗുണിതമാണോ 3ന്റെ ഗുണിതമാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്പേഴ്സ് തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. ഇവിടെ ആണെങ്കിൽ 9 9 18, 18 7 എത്രയാ വരിക, 25 എന്നാ കിട്ടുക. നമുക്കറിയാം 25 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. സോ നമുക്ക് ആ റൂളും എന്ത് ചെയ്യാം, പുറത്തേക്ക് കളയാം. ഇനി ആലോചിക്കേണ്ടത് എന്താണ്, 11ഉമായിട്ടുള്ള പോസിബിലിറ്റി. 3ഉമായിട്ട് ആയില്ലെങ്കിൽ 9ഉമായിട്ടും വരത്തില്ല കേട്ടോ. 7ഉമായിട്ട് പറ്റുമെന്ന് വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം. പക്ഷെ ഇത് 11ഉമായിട്ടേ പറ്റത്തുള്ളൂ. 11ഉമായിട്ട് ഒരു നമ്പർ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഒന്നിടവിട്ട് കിടക്കുന്ന സംഖ്യകളെ കൂട്ടുക. ഒന്നിടവിട്ട് കിടക്കുന്ന സംഖ്യകളെ തമ്മിൽ കൂട്ടുക. 9 9 എത്രയാ, 18. അതിൽ നിന്നും ബാക്കിയുള്ള ഒന്നിടവിട്ട നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ തുക കുറയ്ക്കണം. ഇവിടെ ഇപ്പൊ വേറെ നമ്പർ ഒന്നും ഇല്ല ഇതിന് കൂട്ടാൻ, അതുകൊണ്ട് ഞാൻ ആ നമ്പർ തന്നെ എടുത്ത് അങ്ങോട്ട് എഴുതി. 18ന് 7 കുറച്ചാൽ എത്രയാ, 11. കണ്ടോ, ഒന്നിടവിട്ട സംഖ്യകളെ തമ്മിൽ കൂട്ടുക, ആ കിട്ടുന്ന തുകകൾ തമ്മിൽ കുറയ്ക്കുക. 11 0 കിട്ടിയാൽ 11ന്റെ ഗുണിതങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ 11 വന്നു, സോ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 1089 നോക്കിക്കേ, 8 1 9, 9 0 9, രണ്ടും കൂടെ കുറച്ചാൽ 0, 11ന്റെ ഗുണിതമാണ്. ഇവിടെയോ 6 1 7, 0 7 കൂടെ കൂട്ടിയാൽ 7, 7ന്ന് 7 കുറച്ചാൽ 0. കണ്ടോ, അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു, 0 എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റയാനെ കണ്ടെത്തി കഴിഞ്ഞല്ലോ. 875 ആണ് നമ്മുടെ ഓഡ് നമ്പർ. കാരണം ബാക്കി 3ഉം 11ന്റെ ഗുണിതങ്ങളാണ്. എക്സാമിന് ചെയ്യുമ്പോൾ ഇതെല്ലാം ഗുണിതങ്ങളാണോ എന്ന് ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. 5 കാണുമ്പോഴേ നമുക്കറിയാം 5ഉമായിട്ടേ ഹരിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് കോമൺ ആയിട്ട് എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് 11ഉമായിട്ട് ഹരിക്കാൻ പറ്റും, ഇതും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ആൻസർ എന്ത് മാർക്ക് ചെയ്യാം, 875 മാർക്ക് ചെയ്യാം. മൂന്നാമത്തെയും കൂടെ ചെയ്തു നോക്കി ഞാൻ ഉറപ്പിച്ചിട്ട് ആൻസർ ഏതും നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ്, 875. അടുത്ത ചോദ്യം, സമാന്തര ശ്രേണിയിൽ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ ആ ശ്രേണിയുടെ 18ാമത്തെ പദം ഏത്? നോക്കിക്കേ, 7ാം പദത്തിന്റെ 7 മടങ്ങ്. 7ാം പദം നമ്മൾ എങ്ങനെ എഴുതുക, a + 6d എന്ന് എഴുതുക അല്ലെ. 7ാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ച് a + 6d എന്ന് എഴുതി. 7ാം പദത്തിന്റെ 7 മടങ്ങ് എന്തിന് തുല്യമാണെന്ന് തന്നേക്കുന്നേ, അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങ്. 11ാം പദം എന്ന് പറഞ്ഞാൽ a + 10d. നമ്മൾ എപ്പോഴും ഒന്ന് കുറച്ച് d എഴുതുക, അത്രയേ ഉള്ളൂ കേട്ടോ. 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 18ാമത്തെ പദം, 18th ടേം കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെയ്തു നോക്കാലോ, ചെയ്തോ. 7 × a എത്രയാ, 7a പ്ലസ് 7 × 6 എത്രയാ, 42d. അത് എന്തിന് തുല്യമാണ്, 11 ഗുണം a 11 പ്ലസ് 11 ഗുണം 10 110dക്ക് തുല്യമാണ്. ഈ എനെ അപ്പുറത്തോട്ട് വിട്ടു, 110നെ ഇപ്പുറത്തോട്ട് വിടുമോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ചെറിയ ആൾക്കാരെ രണ്ടുപേരെയും അപ്പുറത്തോട്ട് വിടാം, അതാണ് സൗകര്യം. സോ 11a, ഈ 7 അപ്പുറത്തോട്ട് പോകുമ്പോൾ -7a എന്നായി. പ്ലസ് 110d, ഈ 42dനെ ഞാൻ അപ്പുറത്തോട്ട് വിട്ടാൽ -42d എന്നായി. അത് എന്തിന് സമമാണ്, 0യ്ക്ക് സമമാണ്. ഒന്നുമില്ല, ഇവിടെ 0 വരുന്നുണ്ട്, ആ 0നെ ഞാൻ അങ്ങോട്ട് എഴുതി, അപ്പുറേ എഴുതിയേക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് എഴുതി, അത്രേ ഉള്ളൂ. ഒരു ഭംഗിക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചെറിയ നമ്പേഴ്സിനെല്ലാം നമ്മൾ അപ്പുറത്തോട്ട് വിട്ടു, പിന്നെ ഇവിടെ 0 അല്ലേ ബാക്കിയുള്ളൂ, ആ 0യാണ് ഇത്. ഇനി 11ന് 7 പോയാൽ എത്ര വരും, 4 എന്ന് വരും അല്ലെ. 11ന് 7 പോയാൽ 4, 4a പ്ലസ് 110ൽ നിന്നും 42 കുറയ്ക്കുക. കുറച്ചോ, 2 പോയാൽ 8
പിന്നെ ഇവിടെ എത്രയാ 10, 10 4 പോയാൽ 6. 68D എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 0യ്ക്ക് തുല്യമാണ്. 68നെ നമുക്ക് 4ഉമായിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാലോ. ഇവിടെ ഞാൻ 4ഉമായിട്ട് ഹരിച്ചു, ഇവിടെ ഞാൻ 4ഉമായിട്ട് ഹരിച്ചു, ഇവിടെ ഞാൻ 4ഉമായിട്ട് ഹരിച്ചു. അപ്പോൾ 4a, 4നെ 4ഉം കൂടെ എന്തായി? വെട്ടിപ്പോയി. 4 4 ഗുണം 1 4 പോയിട്ട് ശിഷ്ടം 2 28 എന്ന് വന്നു. 4 ഗുണം 4 28. അപ്പം നമുക്ക് 17D എന്ന് കിട്ടി. 0നെ 4ഉമായിട്ട് ഹരിച്ചാൽ 0 തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വന്നു? a + 17D എന്ന് പറയുന്നത് 0ന് തുല്യമാണ്. നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നേ? 18ാമത്തെ പദം കാണാനാണ് പറഞ്ഞേക്കുന്നത്. 18ാമത്തെ പദം എന്ന് പറഞ്ഞാൽ a + 17D അല്ലേ. അപ്പൊ a + 17D എത്ര കിട്ടി? 0 എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. 11, 18, 7 ഇവയൊന്നുമല്ല, 0 എന്നല്ലേ കിട്ടിയേക്കുന്നത്. ഓപ്ഷനകത്തുണ്ടോ ഉത്തരം? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ D ആണ് കേട്ടോ. ഇവയൊന്നുമല്ല. ഓക്കെ. അപ്പോൾ LD ക്ലർക്ക് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ കഴിഞ്ഞ LD ക്ലർക്കിനെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എക്സാം ചെയ്ത കുട്ടികൾ ഫേസ് ചെയ്ത അത്ര ബുദ്ധിമുട്ട് ഈ ഒരു ഫേസിലെ കുട്ടികൾ എന്താണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഒറ്റയാനെ കണ്ടെത്തുന്ന ചോദ്യം, അത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിരുന്നു. കുട്ടികൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കത്താൻ സാധ്യതയില്ല. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ വരുന്ന ഫേസുകളിലേക്കുള്ള കുട്ടികൾ തീർച്ചയായിട്ടും എല്ലാ ചോദ്യപേപ്പറും വർക്കൗട്ട് ചെയ്യണേ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ ഉള്ള ചോദ്യം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ആ റേറ്റ് കണ്ടുപിടിക്കുന്ന ആ ചോദ്യം കഴിഞ്ഞ 3 പരീക്ഷകളിലും ആവർത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷകളിൽ അത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.